നമ്മുടെ കുടുംബ ബജറ്റിന് ആകം താളം തെറ്റിക്കുകയാണ് ഈ വെളിച്ചെണ്ണ വില. വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വില ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ ഇപ്പോൾ തന്നെ 400 മുതൽ 480 വരെയാണ് പല ബ്രാൻഡുകൾക്കും. അത് കഴിഞ്ഞ് ഒരു പക്ഷേ 600 വരെ പോയേക്കുമെന്നുള്ളതാണ്. അപ്പോൾ വില എങ്ങനെയാണ്, ഇനി എത്ര ദിവസം ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നിലവിൽ കിലോയ്ക്ക് 400 മുതൽ 480 വരെയുള്ള വില പ്രധാനപ്പെട്ട ബ്രാൻഡ് എണ്ണകൾക്കുണ്ട്. ഒപ്പം തന്നെ നമ്മൾ മില്ലുകളിലൊക്കെ പോയി വില കുറച്ച് വാങ്ങുന്ന ശീലമൊക്കെ നമുക്ക് മലയാളികൾക്കുണ്ട്. എന്തായാലും അടുത്ത വർഷം പകുതി വരെ ഈ ഒരു വിലക്കയറ്റം ഇതേ നിലയിൽ തുടരാനാണ് സാധ്യത എന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത്. അതായത് ഈ വർഷം ഇനി വെളിച്ചെണ്ണ വില കുറയും എന്നൊരു പ്രതീക്ഷ നമുക്ക് വേണ്ട. ഈ വർഷം എന്തായാലും വില കുറയാൻ സാധ്യതയില്ല. ഇനി 2026 നോക്കിയാൽ മതി. അതായത് 2026 നോക്കുമ്പോൾ 600 രൂപ വരെ അതിനിടയിൽ ഈ വില എത്തിയേക്കാമെന്നാണ്. ഇപ്പൊ തന്നെ 480 കൊടുക്കുന്നുണ്ട്. 500 രൂപയ്ക്ക് മുകളിലൊക്കെ വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്കോ അല്ലെങ്കിൽ ലിറ്ററിനൊക്കെ വില വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മലയാളിയുടെ നിത്യ ബജറ്റിനെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ എണ്ണ കുറച്ച് അല്ലേ, പേരിന് മാത്രം എണ്ണ ഒഴിച്ച് വറക്കുകയും പൊരിക്കുകയൊക്കെ വേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ മാസം മാത്രം, അതായത് ജൂണിൽ മാത്രം ഉണ്ടായ വെളിച്ചെണ്ണയുടെ വിലവർധന ഒന്ന് നോക്കുക. അതായത് 84%, അതായത് 100% അത്രയ്ക്കധികം വിലവർധനയാണ് ഉണ്ടായത്. 84% കഴിഞ്ഞ മാസം, ഒരു മാസം മാത്രം വർദ്ധിച്ചിരിക്കുന്നത്. ചില്ലറ വിൽപ്പനയിൽ മാത്രം ഇത് 71% വർധനയാണ് ഉണ്ടായത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് സ്വാഭാവികമാണ്, കൊപ്ര ഉൽപ്പാദനം കുറഞ്ഞു എന്നത് തന്നെയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലാകെ ഏകദേശം 40% കൊപ്ര ഉൽപ്പാദനം കുറഞ്ഞതാണ് വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിന്റെ പ്രതിസന്ധിക്ക് ഇടയാക്കിയത് എന്നതാണ്. സ്വതവേ ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള തേങ്ങയാണ് കൂടുതലായിട്ട് ഇപ്പോൾ പലപ്പോഴും തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറവുള്ളത് കർഷകർക്ക് കിട്ടുന്ന തേങ്ങയ്ക്ക് അത്യാവശ്യം വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് അതും ഇടനിലക്കാരാണോ അല്ലേ പൂർണ്ണമായിട്ടും ഈ ലാഭം ഈടാക്കുന്നു പറയാൻ? കൗതുക വാർത്തയുണ്ടായിരുന്നു. അതായത് ഈ തെങ്ങിൻ തോപ്പ് കൃഷിയിടങ്ങളിലൊക്കെ CCTV വെക്കാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ആ രീതിയിൽ വിലവർധന, അപ്പം മോഷ്ടാക്കളൊക്കെ തേങ്ങ തേടി എത്തുന്ന സ്ഥിതിയാണ് കേരളത്തിൽ. വാനില കൃഷിയൊക്കെ കൊക്കോ വാനില ഇതൊക്കെ ഒരു ട്രെൻഡായിരുന്നു. ആ സമയത്ത് ഇതുപോലെ വാനില കിലോ 4000 അങ്ങനെയൊക്കെ ആയിരുന്നു വില. അപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. കാരണം വച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അടിച്ചുകൊണ്ടു റബ്ബറിന് നല്ല വിലയുള്ളപ്പോൾ റബ്ബർ ഷീറ്റ് കൊണ്ടുപോകുന്ന ശീലം. അപ്പോൾ ദയവായി തെങ്ങിൽ കയറി തേങ്ങ ഇടാനും ശ്രമിച്ച് അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക.